അല്ല, ഒന്നാമത്തെ കാര്യം CPM-നെ സംബന്ധിച്ച് അവർ ഈ കൊലപാതക കേസുകളിൽ അകപ്പെട്ട പാർട്ടി അംഗങ്ങളായ പ്രതികളുടെ കൂടെ നിൽക്കുക, അവരുടെ കല്യാണത്തിൻ്റെ മുഖ്യ കർമ്മിയാവുക, അവർ ജയിലിന് പുറത്തേക്ക് ഒരു സ്വീകരണം നൽകുക, അവർക്ക് പാർട്ടി വേദികളിൽ ഇടം നൽകുക, അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരെ യാത്രയാക്കുക എന്നതിൽ കണ്ണൂരിലെ CPM-നെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. അവിടുത്തെ പാർട്ടി നേതാക്കളുടെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണത്. നമുക്കിവിടെ നോക്കുമ്പോൾ അതിൽ പൊതുവിൽ കേരളത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അതിനിപ്പുറത്തെ ആ ജില്ലയ്ക്ക് പുറത്ത് നോക്കുമ്പോഴോ അതൊരു വലിയ അത്ഭുതമായ സംഗതിയോ അസാധാരണത്വം തോന്നുമെങ്കിലും കണ്ണൂരിലെ പാർട്ടി ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ക്രൈം ചെയ്യപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈമിൽ പിടിക്കപ്പെട്ട പാർട്ടിക്കാരോ അവരെ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക, അവർ ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സന്ദേശം കൊടുത്തവരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞ ബാധ്യത നിറവേറ്റുള്ള അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതും എന്ന് കാണണം. പാർട്ടിക്ക് അതിനകത്തൊരു ന്യായം ഉണ്ടാവും. അതായത് ഈ ഭരണകൂടം വേട്ടയാടി പിടിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ, അവർ ശരിയാവണ്ണം പ്രതികളൊന്നുമല്ല, ഭരണകൂടം വേട്ടയാടുകയാണ്. ഇപ്പോൾ കുഞ്ഞനന്ദൻ്റെ കാര്യത്തിലും പാർട്ടിയുടെ നിലപാടായിരുന്നു. ട്രയൽ കഴിഞ്ഞ് കോടതി ശിക്ഷിക്കുന്നു, ഹൈക്കോടതിയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ജയിലിലേക്ക് പോയ ഘട്ടത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് നില സ്വീകരിക്കുന്നു. അദ്ദേഹം അകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ കാലം പിണറായി വിജയൻ ഗവൺമെൻറ് വന്ന ശേഷം അദ്ദേഹം പുറത്താണെന്നുണ്ടായിരുന്നു നമുക്കറിയാം. എല്ലാ സംരക്ഷണവും നൽകി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും വലിയ തോതിൽ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യം അവിടെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അങ്ങനെ പ്രതികൾ അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ച പ്രതികൾ അല്ലെങ്കിൽ ജയിലിലുള്ള പ്രതികൾ, കുറ്റവിചാരണ നേടുന്നവർ, അവരുടെ കൂടെ നിൽക്കുന്നത് ഒരു അധാർമികതയാണ്, പാതകമാണെന്ന് പാർട്ടി വിചാരിച്ച് കാണുന്നതേയില്ല. പാർട്ടിക്ക് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരുടെ കൂടെ നിൽക്കാൻ അതിന് മടിയൊന്നുമില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. പക്ഷേ അതിനകത്ത് നേരത്തെ ഷിത പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ മാറിയ കാലത്തും ഈ കുറ്റവാളികളുടെ കൂടെ നിൽക്കുകയും കുറ്റവാളിക്കൊപ്പം നിൽക്കുകയും ജയ് വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അവരെ സഖാക്കളെന്ന് വിളിച്ച് ആത്മവീര്യം കൊള്ളുകയൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം പൊതുസമൂഹം ഒരു ഹീറോയിക് ആക്റ്റായി എടുക്കുമെന്ന ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. കാരണം മാറിയ കാലത്ത് CPM-ന് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. കണ്ണൂരിൽ ഇപ്പോൾ കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്തതിൻ്റെ കാരണം ഈ പറയുന്ന വെട്ട്, കുത്ത്, അടി, കൊലപാതകം പോലുള്ള സംഗതികൾ പുതിയ കാലത്തിൻ്റെതല്ലെന്നും അത് ചെയ്യുന്നവരെ സമൂഹം തന്നെയും മാറ്റി നിർത്തുമെന്നും മനസ്സിലാവുന്നതുകൊണ്ടാണ് ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ CPM-ഉം RSS ഒരു ധാരണ ഉണ്ടാക്കി ഇപ്പോൾ ഒരു സംഗതിക്ക് നിൽക്കാത്തത്. അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കുന്നത് അത് പുതിയ തലമുറയ്ക്ക് ഈ തരത്തിലുള്ള ഈ പറഞ്ഞ അട്രോസിറ്റീസ്, സംഘർഷങ്ങൾ, അതിക്രമങ്ങൾ അതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴാണ് നോക്കൂ ഇങ്ങനെ ഒരു കാര്യം, ഇത്രയും കുഴപ്പങ്ങളുണ്ടാക്കിയ ആൾക്കാരുടെ കൂടെ നിൽക്കുക, അവർക്കുള്ള സഹായം ചെയ്യുക എന്ന സംഗതി വരുന്നത്, അത് വലിയ തോതിൽ സ്വീകാര്യത പ്രശ്നം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇതറിയാത്ത ആൾക്കാരല്ല CPM-ൻ്റെ നേതാക്കൾ. KK ശൈലജയ്ക്ക് ഇത് അറിയാത്തതാണോ? KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടുറോഡിൽ വെച്ചൊരു മാധ്യമപ്രവർത്തനം ഇടിച്ചു കൊന്ന ഒരു ഓഫീസർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഒരു യോഗം അവർക്ക് അറ്റൻഡ് ചെയ്യുന്നു വന്നു. പക്ഷേ അവർ ഫേസ്ബുക്കിൽ പടം വിട്ടപ്പോൾ അദ്ദേഹം എപ്പോഴും മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് പോയപ്പോഴത്തെ പടം മാത്രമേ വിട്ടുള്ളൂ. കാരണം ഇത്തരം ആളുകളുടെ കൂടെ നിൽക്കുന്നത് പോലും അപകടകരമാണ്, തെറ്റായ സന്ദേശമാണെന്ന് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളതാണ് KK ശൈലജ. പക്ഷേ അവർക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണത്? അവിടെ അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ പറയുന്ന കുറ്റവാളികൾക്കും CPM-നും ഇടയിലുള്ള ചില അദൃശ്യമായ ബന്ധങ്ങൾ, CPM-ന് പോലും മുറിച്ചു കളയാൻ കഴിയാത്ത ബന്ധങ്ങൾ, അത് നമ്മൾ കാണേണ്ട കാര്യം. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നമ്മൾ കൊടിസുനിയുമായി ബന്ധപ്പെട്ട സമീപ ദിവസങ്ങളിലെ വിവാദം കേട്ടു. കൊടിസുനി കോടതി വളപ്പിൽ മദ്യപിക്കുന്നു. അയാളൊരു കേസിലെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആളാണ്. പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അയാൾ ഇതിന് മുമ്പും പുറത്തിറങ്ങിയ സമയത്ത് മദ്യപിച്ചിട്ടുണ്ട്. പോലീസ് അതിന് സഹായം ചെയ്തു കൊടുക്കും. തലശ്ശേരി പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കേസെടുക്കാനാവില്ല, എൻ്റെ മറ്റ് മെഡിക്കൽ പരിശോധന കഴിഞ്ഞിട്ടില്ല, തെളിവുകൾ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് കോടതിക്കും പോലീസിന് കേസില്ല, പോലീസിന് അന്വേഷിക്കുകയും വേണ്ട. ഈ കാര്യത്തിൽ ജാഗ്രത വേണം കേട്ടോ എന്ന ഉപദേശമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിക്കാനുള്ളത്. 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അതിനകത്ത് ഒരു സീരിയസ് സംഗതി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നില്ല. കൊടിസുനി ജയിലിലായതിനു ശേഷം എന്തെല്ലാം തരത്തിലുള്ള അലമ്പുണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നു, അകത്തിരുന്നുകൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനം നിയന്ത്രിക്കുന്നു, അതിനകത്ത് തന്നെ ആക്രമണ പ്രവർത്തനം നടത്തുന്നു, പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നു. പക്ഷേ ഇപ്പോഴും അയാൾ ഏതെങ്കിലും നിലയ്ക്ക് മുറുക്കിനകത്ത് നിൽക്കുന്ന ആളായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും ഏതാണ്ട് സ്വതന്ത്രനായ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. പ്രിവിലേജിലെ കുറ്റവാളിയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട്, പൂർണ്ണമായും അറുത്തു മാറ്റാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പം ജയരാജൻ കൊടിയായാലും വടിയായാലും എന്നൊക്കെ പറയും. ബട്ട് ആ കേസിനകത്ത് PK കുഞ്ഞനന്ദൻ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള സവിശേഷമായ സഹായവും പ്രിവിലേജും. ഇപ്പോൾ അതിനകത്ത് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പ്രതി ഇറങ്ങി വന്നപ്പോൾ തലശ്ശേരി MLA അദ്ദേഹത്തിൻ്റെ കല്യാണത്തിലെ പ്രധാനിയാവുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മാറിയിരിക്കാൻ കഴിയില്ല. ഭൂതകാലത്തിൽ ചെയ്തു പോയ പല കാര്യങ്ങൾ, അതുമായ ബന്ധങ്ങൾ, ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തി നേടാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശൈല ടീച്ചർക്ക് അറിയായിരിക്കും പോകാൻ പാടില്ല, പക്ഷേ അവിടുത്തെ MLA പോയി അവരെ ഡീൽ ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഈ പോകുന്ന പ്രതികൾ ഇപ്പോൾ സദാനന്ദൻ എന്ന് പറയുന്ന ആൾ അപ്പുറത്ത് വേറൊരു ഇതേപോലത്തെ പശ്ചാത്തലം ആരോപിക്കപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം MP ആയ സമയത്ത് രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഇര എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ. മറിച്ച് അദ്ദേഹം ആക്രമണങ്ങളുടെ നേതൃസ്ഥാനീയരായതിനെക്കുറിച്ച് കേരളം ഓർത്തെടുത്തു. അപ്പോൾ അത് കാണേണ്ടതുണ്ട്. നിങ്ങൾ ഏത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടാലും നിങ്ങളുടെ പിന്നിൽ ആക്രമണത്തിൻ്റെ ചോരയുടെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് ജനം ഓർത്തിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒന്ന് ഈ പറയുന്ന അക്രമ രാഷ്ട്രീയങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു വിടുതൽ പാർട്ടി എടുക്കുന്ന നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആളുകളും മുന്നിലുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും മുറിച്ചു കളയാൻ കഴിയാത്ത വിധം അതുമായി പാർട്ടി ബന്ധിതമായി നിൽക്കുന്നു എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഒരു ഗതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന കരുതൽ ഇപ്പോൾ എടുക്കാൻ പറ്റട്ടെ. നേരത്തെ ഞാൻ പലവണ്ണം പറഞ്ഞ പോലെ ആളുകളെ ആക്രമിക്കുക, കൊല്ലുക, കയ്യും കാലും വെട്ടുവെന്ന് മുദ്രാവാക്യം വിളിക്കുക, അതൊക്കെ ഇല്ല. അതൊന്നും ഒരു ഹീറോയിസായിട്ട് ജനം എടുക്കുന്നില്ല. ആളുകൾ കുറച്ചുകൂടി ഡെമോക്രസി, തുല്യത, പരസ്പര ബഹുമാനം പോലുള്ള ആശയങ്ങളെ ആളുകൾ വാല്യൂ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ പുറത്തേക്ക് പോകുന്നത്? അത് ഈ നമ്മുടെ സാമൂഹിക സംവിധാനത്തിനകത്ത് പരസ്പര ബഹുമാനത്തിൻ്റെ, അധികാരത്തിൻ്റെ വലിയ കണിശരൂപങ്ങളൊക്കെ മനുഷ്യരുടെ കാണുന്നത്. കുറച്ചുകൂടി മ്യൂച്വൽ റെസ്പെക്റ്റും പരസ്പര ബഹുമാനമൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ മുഷ്കിൻ്റെ, മസിലിൻ്റെ, ആക്രമണത്തിൻ്റെ വർത്തമാനം ജനം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ പുതിയ കാലത്തിൻ്റെ പൊളിറ്റിക്സ് കാണാൻ പറ്റട്ടെ എന്ന്. അത് കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഗതികേടിൻ്റെ ലോക്കാണ് പ്രശ്നം.